ആവർത്തന പുസ്തകം 25 അധ്യായം. മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരമുണ്ടായിട്ട് അവർ ന്യായാസനത്തിങ്കൽ വരികയും അവരുടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം. കുറ്റക്കാരൻ അടിക്ക് യോഗ്യനാകുന്നുവെങ്കിൽ ന്യായാധിപൻ അവനെ നിലത്ത് കിടത്തി അവന് കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടുപ്പിക്കണം. 40 അടി അടുപ്പിക്കാം, അതിൽ കവിയരുത്. കവിഞ്ഞ് അടുപ്പിച്ചാൽ സഹോദരൻ നിന്റെ കണ്ണിന് നിന്ദിതനായി തീർന്നേക്കാം. കാള മെതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത്. സഹോദരന്മാർ ഒന്നിച്ചു പാർക്കുമ്പോൾ അവരിലൊരുത്തൻ മകനില്ലാതെ മരിച്ചുപോയാൽ മരിച്ചവൻ്റെ ഭാര്യ പുറത്തുള്ള ഒരുത്തിന് ആകരുത്. ഭർത്താവിൻ്റെ സഹോദരൻ അവളുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യയായി പരിഗ്രഹിച്ച് അവളോട് ദേവരധർമ്മം നിവർത്തിക്കണം. മരിച്ചുപോയ സഹോദരൻ്റെ പേർ ഇസ്രയേലിൽ മാഞ്ഞു പോകാതിരിക്കേണ്ടതിന് അവൾ പ്രസവിക്കുന്ന ആദിജാതനെ അവൻ്റെ പേർക്ക് കണക്ക് കൂട്ടണം. സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിപ്പാൻ അവന് മനസ്സില്ലെങ്കിൽ അവൾ പട്ടണവാതിൽക്കൽ മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന്, എൻ്റെ ദേവരന് തൻ്റെ സഹോദരൻ്റെ പേർ ഇസ്രയേലിൽ നിലനിർത്തുവാൻ ഇഷ്ടമില്ല, എന്നോട് ദേവരധർമ്മം നിവർത്തിപ്പാൻ അവന് മനസ്സില്ല എന്ന് പറയണം. അപ്പോൾ അവൻ്റെ പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം. എന്നാൽ ഇവളെ പരിഗ്രഹിപ്പാൻ എനിക്ക് മനസ്സില്ല എന്നവൻ ഖണ്ഡിച്ചു പറഞ്ഞാൽ അവൻ്റെ സഹോദരൻ്റെ ഭാര്യ മൂപ്പന്മാർ കാണുകെ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ച് അവൻ്റെ മുഖത്ത് തുപ്പി, സഹോദരൻ്റെ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രത്യുത്തരം പറയണം. ചെരുപ്പഴിഞ്ഞവൻ്റെ കുടുംബം എന്ന് ഇസ്രയേലിൽ അവൻ്റെ കുടുംബത്തിനു പേർ പറയും. പുരുഷന്മാർ തമ്മിൽ അടിപിടി കൂടുമ്പോൾ ഒരുത്തൻ്റെ ഭാര്യ ഭർത്താവിനെ അടിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിന് അടുത്തു ചെന്ന് കൈ നീട്ടി അവൻ്റെ ഗുപ്താംഗം പിടിച്ചാൽ അവളുടെ കൈ വെട്ടിക്കളയണം. അവളോട് കനിവ് തോന്നരുത്. നിന്റെ സഞ്ചിയിൽ തൂക്കം ഏറിയതും കുറഞ്ഞതുമായ 2 തരം പടി ഉണ്ടാകരുത്. നിന്റെ വീട്ടിൽ മുറുക്കവും ഇളപ്പവുമായ 2 തരം പറയും ഉണ്ടാകരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസോടിരിക്കേണ്ടതിന് നിന്റെ പടി ഒത്തതും ന്യായവുമായിരിക്കണം. അങ്ങനെ തന്നെ നിന്റെ പറയും ഒത്തതും ന്യായവുമായിരിക്കണം. ഈ വകയിൽ അന്യായം ചെയ്യുന്നവനൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നുമിരിക്കുമ്പോൾ നിന്റെ പിമ്പിൽ പിന്നണിയുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടയ്ക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം. ഇത് മറന്നുപോകരുത്. സങ്കീർത്തനങ്ങൾ 135. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ. യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പിൻ. യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യുവിൻ, അത് മനോഹരമല്ലോ. യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രയേലിനെ തൻ്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. യഹോവ വലിയവനെന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരിലും ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു. ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അവൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നീരാവി പൊങ്ങുമാറാക്കുന്നു. അവൻ മഴയ്ക്കായി മിന്നലുകളെ ഉണ്ടാക്കുന്നു. തൻ്റെ ഭണ്ഡാരങ്ങളിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. അവൻ മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ സംഹരിച്ചു. മിസ്രയീമേ, നിന്റെ മധ്യേ അവൻ ഫറവോൻ്റെ മേലും അവൻ്റെ സകല ഭൃത്യന്മാരുടെ മേലും അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. അവൻ വലിയ ജാതികളെ സംഹരിച്ചു, ബലമുള്ള രാജാക്കന്മാരെ നിഗ്രഹിച്ചു. അമോര്യരുടെ രാജാവായ സീഹോനെയും ബാഷാൻ രാജാവായ ഓഗിനെയും സകല കനാന്യ രാജ്യങ്ങളെയും തന്നെ. അവരുടെ ദേശത്തെ അവൻ അവകാശമായിട്ട് തൻ്റെ ജനമായ ഇസ്രായേലിന് അവകാശമായിട്ട് കൊടുത്തു. യഹോവേ, നിന്റെ നാമം ശാശ്വതമായും യഹോവേ, നിന്റെ ജ്ഞാപകം തലമുറ തലമുറയായും ഇരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യും. അവൻ തൻ്റെ ദാസന്മാരോട് സഹതപിക്കും. ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയുമാകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല.
അവയുടെ വായിൽ ശ്വാസവുമില്ല. അവയുണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേൽ ഗൃഹമേ, യഹോവയെ വാഴ്ത്തുക. അഹ്റോന്റെ ഗൃഹമേ, യഹോവയെ വാഴ്ത്തുക. ലേവി ഗൃഹമേ, യഹോവയെ വാഴ്ത്തുക. യഹോവ ഭക്തന്മാരെ, യഹോവയെ വാഴ്ത്തുവിൻ. യെരൂശലേമിൽ അധിവസിക്കുന്ന യഹോവ സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവയെ സ്തുതിപ്പിൻ. അപ്പോസ്തല പ്രവൃത്തികൾ 23 അധ്യായം. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തിന് മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവൻ്റെ വായ്ക്ക് അടിപ്പാൻ കൽപ്പിച്ചു. പൗലോസ് അവനോട്, ദൈവം നിന്നെ അടിക്കും. വെള്ള തേച്ച ചുവരെ, നീ ന്യായപ്രമാണ പ്രകാരം എന്നെ വിസ്തരിപ്പാൻ ഇരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു. അരികെ നിൽക്കുന്നവർ, നീ ദൈവത്തിൻ്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്റെ ജനത്തിൻ്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരുപക്ഷം സദൂക്യരും ഒരുപക്ഷം പരീശരുമാകുന്നുവെന്ന് പൗലോസ് അറിഞ്ഞു. സഹോദരന്മാരെ, ഞാനൊരു പരീശനും പരീശന്മാരുടെ മകനുമാകുന്നു. മരിച്ചവരുടെ പ്രത്യാശയും പുനരുത്ഥാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇതു പറഞ്ഞപ്പോൾ പരീശന്മാരും സദൂക്യരും തമ്മിൽ ഇടഞ്ഞു. സംഘം ഛിദ്രിച്ചു. പുനരുത്ഥാനമില്ല, ദൂതൻ ആത്മാവുമില്ല എന്ന് സദൂക്യരും പറയുന്നു. പരീശന്മാരോ രണ്ടുമുണ്ടെന്നും പ്രമാണിക്കുന്നു. അങ്ങനെ വലിയൊരു നിലവിളിയുണ്ടായി. പരീക്ഷപക്ഷത്തിലെ ശാസ്ത്രന്മാരിൽ ചിലർ എഴുന്നേറ്റ് വാദിച്ചു, ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഒരാത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഇടച്ചലായതുകൊണ്ട് അവർ പൗലോസിനെ ചീന്തിക്കളയുമെന്ന് സഹസ്രാധിപൻ പേടിച്ചു. പടയാളികൾ ഇറങ്ങിച്ചെന്ന് അവനെ അവരുടെ നടുവിൽ നിന്നും പിടിച്ചെടുത്തു കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ലധികം പേരായിരുന്നു. അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്നു, ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്ന് കഠിന ശപഥം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അവൻ്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണം എന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പിൻ. എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പതിയിരിപ്പിനെക്കുറിച്ച് പൗലോസിൻ്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കിടന്ന് പൗലോസിനോട് അറിയിച്ചു. പൗലോസ് ശതാധിപന്മാരിൽ ഒരുത്തിനെ വിളിച്ച്, ഈ യൗവനക്കാരന് സഹസ്രാധിപനോടൊരു കാര്യം അറിയിപ്പാൻ ഉള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവനെ കൂട്ടി സഹസ്രാധിപൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. തടവുകാരനായ പൗലോസ് എന്നെ വിളിച്ച്, നിന്നോടൊരു കാര്യം പറയുവാനുള്ള ഈ യൗവനക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. സഹസ്രാധിപൻ അവനെ കൈക്ക് പിടിച്ച് മാറി നിന്ന്, എന്നോട് ബോധിപ്പിപ്പാനുള്ളത് എന്ത് എന്ന് സ്വകാര്യമായി ചോദിച്ചു. അതിനവൻ, യഹൂദന്മാർ പൗലോസിനെക്കുറിച്ച് അധികം സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണമെന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോട് അപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു. നീ അവരെ വിശ്വസിച്ചു പോകരുത്. അവരിൽ 40-ലധികം പേർ അവനെ ഒടുക്കിക്കളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് അവനായി പതിയിരിക്കുന്നു. നിന്റെ വാഗ്ദാനം കിട്ടുമെന്ന് ആശിച്ച് അവർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നുവെന്ന് പറഞ്ഞു. നീ ഇത് എന്നോട് അറിയിച്ചു എന്ന് ആരോടും മിണ്ടരുത് എന്ന് സഹസ്രാധിപൻ കൽപ്പിച്ച് യൗവനക്കാരനെ പറഞ്ഞയച്ചു. പിന്നെ അവൻ ശതാധിപന്മാരിൽ 2 പേരെ വരുത്തി, ഈ രാത്രിയിൽ 3 മണി നേരത്ത് കൈസര്യയ്ക്ക് പോകുവാൻ 200ഓളം കാലാളെയും 70 കുതിരച്ചേവകരെയും 200 കുന്തക്കാരെയും ഒരുക്കുവിൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിൻ്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പിൻ എന്ന് കൽപ്പിച്ചു. താഴെ പറയുന്ന വിധത്തിൽ ഒരു എഴുത്തും എഴുതി: ക്ലൗദ്യോസ് ലൂസിയാസ് രാജശ്രീ ഫെലിക്സ് ദേശാധിപതിക്ക് വന്ദനം. ഈ പുരുഷനെ യഹൂദന്മാർ പിടിച്ച് കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ
റോമാ പൗരനെന്ന് അറിഞ്ഞ് ഞാൻ പട്ടാളത്തോടുകൂടെ നേരിട്ട് ചെന്ന് അവനെ വിടുവിച്ചു. അവൻ്റെ മേൽ കുറ്റം ചുമത്തുന്ന സംഗതി ഗ്രഹിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ ന്യായാധിപ സംഘത്തിലേക്ക് അവനെ കൊണ്ടുചെന്നു. എന്നാൽ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെക്കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതൊന്നുമില്ല എന്ന് കണ്ടു. അനന്തരം ഈ പുരുഷൻ്റെ നേരെ അവർ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നുവെന്ന് തുമ്പ് കിട്ടിയപ്പോൾ ഞാൻ തൽക്ഷണം അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. അവൻ്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പിപ്പാൻ വാദികളോട് കൽപ്പിച്ചുമിരിക്കുന്നു. ശുഭമായിരിക്കട്ടെ. പടയാളികൾ കൽപ്പന പ്രകാരം പൗലൂസിനെ കൂട്ടി രാത്രിയിൽ അന്തിപ്പത്രീസോളം കൊണ്ടുചെന്നു. പിറ്റേന്നാൾ കുതിരച്ചേവകരെ അവനോടുകൂടെ അയച്ച് കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു. മറ്റവർ കൈസരിയിലെത്തി ദേശാധിപതിക്ക് എഴുത്തുകൊടുത്ത് പൗലോസിനെയും അവൻ്റെ മുമ്പിൽ നിർത്തി. അവൻ എഴുത്തു വായിച്ചിട്ട് ഏത് സംസ്ഥാനക്കാരനെന്ന് ചോദിച്ചു. കിലിക്യക്കാരൻ എന്ന് കേട്ടാറെ വാദികളും കൂടെ വന്ന് ചേരുവോളം നിന്നെ വിസ്തരിക്കാം എന്ന് പറഞ്ഞ് ഹെരോദാവിൻ്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു.